ഇത്തവണ നിലമ്പൂർ തീപാറുമെന്നല്ല തകർക്കും. LDFും UDFും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടും പ്രഗത്ഭന്മാരാണ്. അവർക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ. ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ UDF ഒരടി മുന്നിലേക്ക് പോയി. ഇതെൻ്റെ ഭാഷയല്ല, പത്രഭാഷ്യമാണ്. അത് കഴിഞ്ഞ് ഈ LDFിനെ സംബന്ധിച്ചോളം ഒരുപാട് കടമ്പകളുണ്ട് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടി. ആ കടമ്പകളൊക്കെ കടന്ന് ഇപ്പോൾ അവർ സ്വരാജിനെ പ്രഖ്യാപിച്ചു. പക്ഷെ അതിന് മുമ്പ് ഇവിടെ നടന്ന എന്താണ്? അവർ സ്വതന്ത്രനെ നിർത്തുന്നു, ഒരു വനിതയെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ ഒരുപാട്, അതൊക്കെ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയും സൃഷ്ടികൾ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ നമുക്കറിയാം. മൂന്നാമതൊരു മുന്നണിയുണ്ട്, NDA വട്ടമിടുകയാണ് ഭരത മുന്നണിയുടെ മുകളിൽ റാഞ്ചാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വേണ്ടി പരുന്തുകൾ വട്ടമിടുന്ന പോലെ ഏതോ ഒരാളെ കൊത്തുകയും ചെയ്തു. DCCയുടെ ജനറൽ സെക്രട്ടറി ഒരു വനിതാ നേതാവിനെ, അതും ഒരടി കുറച്ച് മുന്നോട്ട് പോയിട്ടുമില്ല. SDPI ഉണ്ട് മത്സരരംഗത്ത്. അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3000 വോട്ടുണ്ട്. ഈ 3000 വോട്ടേ അവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ 3000 വോട്ട് അധികമാണല്ലോ. രണ്ട് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സ്വാഭാവികമാണ്. ജയിക്കാൻ പറ്റിയ വോട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ SDPക്കാരും പറയും ജയിക്കുന്നു. അതേമാതിരി ഈ രണ്ട് മുന്നണികളും ജയസാധ്യതയിലാണ്. പക്ഷേ ഒരു ഭാഗ്യം, നമുക്ക് ഒരു MLA ആവശ്യമുള്ളൂ, അത് തിരഞ്ഞെടുക്കണം. അപ്പോൾ നടക്കുമല്ലോ. നിലമ്പൂരിലെ തീപാറുന്ന പോരാട്ടത്തിൻ്റെ കാര്യം, ആരായതിൻ്റെ കാരണക്കാരൻ? നമ്മുടെ PV അൻവർ. MLA സ്ഥാനം രാജിവെക്കാൻ പ്രത്യേകിച്ച് വല്ല കാരണം ഉണ്ടായിരുന്നോ? പത്രസമ്മേളനങ്ങളായി, ചാനൽ പട ഇയാളുടെ പുറകെയായി. MLA സ്ഥാനവും രാജിവെച്ച് ചാനലുകാർക്ക് അന്നം നൽകുന്ന അന്നദാതാവായി വിലസി. പോകുന്ന പൊതുയോഗങ്ങളിലെല്ലാം വമ്പിച്ച ജനക്കൂട്ടം. ഇതൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പാവം തെറ്റിദ്ധരിച്ചു. ആരും തെറ്റിദ്ധരിച്ചു പോകും, മനുഷ്യരല്ലേ പാവങ്ങൾ. അങ്ങനെ UDFിൻ്റെ കണ്ണിലെ കരടായി പാവം PV അൻവർ. കണ്ടത് BD സതീശൻ്റെ ഒരു വമ്പൻ വെടിക്കെട്ടാണ്. കൂട്ടത്തിൽ മറ്റേ BM സുധീരനും കൂടി ഇയാളെ ഏതായാലും അംഗീകരിക്കാൻ തയ്യാറല്ല, ഇയാളുടെ പണി നോക്കാം എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. മുഴുവൻ പ്രതീക്ഷയും തകർന്ന് പാവം വല്ലാത്ത അങ്കലാപ്പിലായി. താനില്ലെങ്കിൽ നിലമ്പൂരില്ല എന്ന ദാർഷ്ട്യം തകർന്നടിഞ്ഞു. ഒച്ചയായി, ബഹളമായി, ചാനൽ പട പുറകെയായി, KPC ആസ്ഥാനം അദ്ദേഹത്തിൻ്റെ കോലായിലായി, ആകെ ലഹളയായി. മാധ്യമങ്ങളുടെ കാര്യഘട്ടം, അവർ വീരപരിവേഷം നൽകി വളർത്തിക്കൊണ്ടുവന്ന ഹീറോ ഇതാ തകർന്നടിഞ്ഞ് താഴെ കിടക്കുന്നു. ഇപ്പം മോങ്ങുകയാണ്. വസ്ത്രാക്ഷേപം നടത്തി, റോഡ് ഇറക്കി വിട്ടു, ചളിവാരി എറിയുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. മറ്റു കാര്യങ്ങളൊക്കെ വിട്ടു. കരച്ചിൽ കേൾക്കുമ്പോൾ സത്യത്തിൽ സങ്കടം തോന്നുന്നുണ്ട്. നേരത്തെ എന്തൊക്കെ ആയിരുന്നു? അമ്പും ബില്ലും ബോംബും കത്തി, ആകെ ലഹളമയം. ഇപ്പോൾ ദാണ്ടെ കിടക്കുന്നു, ശോണിതോ മണിഞ്ഞ്, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ. ആകെ ഒരു ആശ്വാസം, കാല് പിടിക്കാൻ ഇപ്പോഴും പുറകെ അൻവറിൻ്റെ കൂടെ ആൾക്കാരുണ്ട് എന്നാണ്. EC വാക്കവർ എന്ന ഒരു സ്വപ്നം, അത് തകർന്നടിഞ്ഞു. രണ്ടു കൂട്ടർക്കും, LDFിനും UDFിനും. രണ്ട് സ്ഥാനാർത്ഥികളും, ഷൗക്കത്തായാലും സ്വരാജായാലും കേരളത്തിൽ ഇരു മുന്നണിയിലും കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ പോരാട്ടം തകർക്കും. നിലമ്പൂർ തകർത്ത് വാരും. അങ്കത്തട്ടി കാണാം അല്ലേ? സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.